ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ആക്ടിവിറ്റി ബുക്സും ടെക്സ്റ്റ് ബുക്കിന്റെ ഒക്കെ ആക്ടിവിറ്റീസുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഒരു വീഡിയോ നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ട് ബാക്കി ഭാഗമാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. Why are the elephant kid got fed up with the food? കുട്ടി ആനകൾക്ക് ഭക്ഷണം മടുത്തത് എന്തുകൊണ്ടാണ്? Because the food they eat every day was not tasty. അല്ലെ? ഇനി നമുക്ക് look at that picture. പിക്ചറിലേക്ക് നോക്കുക. പേജ് നമ്പർ 37 ആണ്. What is the father elephant holding? അച്ഛനാണ് എന്താണ് പിടിച്ചിരിക്കുന്നത്? A gift, അല്ലെ? ഒരു സമ്മാനമാണ്. Who is seen outside the house on bike? വീടിന് പുറത്ത് ബൈക്കിൽ ആരെയാണ് കാണുന്നത്? എ ഡെലിവറി എലിഫന്റ് അല്ലെ. ഇനി ലെസണിലേക്ക് പോവാം. ദ ഡോർ ബെൽ റാങ്. ദ മദർ എലിഫന്റ് ഓപ്പൺ ദ ഡോർ. വാതിൽക്കൽ എന്ത്? മണി മുഴങ്ങി. അമ്മയാന വാതിൽ തുറന്നു. ഒരു പാഴ്സൽ ഉണ്ട് അല്ലെ. വാതിൽക്കൽ നിന്ന് ആന പറഞ്ഞു. ഇറ്റ് വാസ് എ പാഴ്സൽ ഫ്രം ഗ്രാൻഡ്മ. അതെന്താണ്? മുത്തശ്ശി അയച്ച ഒരു പാഴ്സൽ ആയിരുന്നു അല്ലെ. ഹിയർ ഈസ് എ പാഴ്സൽ ഫോർ യു. ദ എലിഫന്റ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ് സൈഡ് അല്ലെ. ഇതാ നിങ്ങൾക്ക് ഒരു പാഴ്സൽ ഉണ്ട്. വാതിൽക്കൽ നിന്നിട്ട് ആന പറയാണ് അല്ലെ. അപ്പൊ അതെന്താ പറയുന്നത്? ഇറ്റ് വാസ് എ പാഴ്സൽ ഫ്രം ഗ്രാൻഡ്മ. വാട്ട് ഈസ് ഇൻസൈഡ്? എവ്രിവൺ സ്റ്റാർട്ടഡ് അറ്റ് ബോക്സ് അല്ലെ. എന്താണ് അതിനുള്ളില്? എല്ലാവരും പെട്ടിയിലേക്ക് ഉറ്റു നോക്കി. ദ ഫാദർ ഓപ്പൺ ദ പാഴ്സൽ. അച്ഛൻ എന്ത് ചെയ്തു? പാഴ്സൽ തുറന്നു. ഹു ഈസ് അറ്റ് ദ ഡോർ? വാതിൽക്കൽ ആരാണ്? ഡെലിവറി എലിഫന്റ് വിത്ത് എ പാക്കറ്റ്. ഹു ഓപ്പൺ ദ പാഴ്സൽ? ആരാണ് പാഴ്സൽ തുറന്നത്? ഫാദർ. What did the elephant at the door give them? വാതിൽക്കൽ നിന്ന് ആന എന്താണ് അവർക്ക് നൽകിയത്? എ പാഴ്സൽ അല്ലെ. ഇതിലെ വേർഡ് മീനിങ് നോക്കാം. റാങ് എന്ന് പറഞ്ഞാൽ മുഴങ്ങി. ഡോർ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വാതിൽക്കൽ. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ. ഓപ്പൺഡ് തുറന്നു. സ്റ്റാർഡ് ഉറ്റുനോക്കി. Look at the picture, page number 38. What are the elephant looking at? ആനകൾ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? എ ബിഗ് കേക്ക് അല്ലെ. What are the colorful thing placed on the cake? കേക്കിന് മുകളിൽ വെച്ചിരിക്കുന്ന നിറമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? Flowers made sugar. ഇനി wow, a cake. The children danced with joy. Wow, ഒരു കേക്ക്. കുട്ടികൾ സന്തോഷത്തോടെ നൃത്തം ചെയ്തു. What is smell? അല്ലെ. Sweet smell. Look touched the cake with his trunk. എന്തു നല്ല മണം അല്ലെ. എന്തു നല്ല ഗന്ധം. ലൂക്ക് തന്റെ തുമ്പിക്കൈ കൊണ്ട് കേക്കിൽ തൊട്ടു അല്ലെ. ട്രങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തുമ്പിക്കൈ. ലുക്ക് അറ്റ് ഇറ്റ്സ് കളർ. ഡെല്ല സെഡ്. അതിന്റെ നിറം നോക്കൂ. ഡെല്ല പറഞ്ഞു. ദർ ആർ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ്. ബ്രൗൺ ആഡഡ്. അതിൽ പൂക്കളുണ്ട്. ബ്രൗൺ കൂട്ടിച്ചേർത്തു. മം പ്ലീസ് കട്ട് ഇറ്റ്. ഐ വാണ്ട് കേക്ക് നൗ. ദ ബേബി എലഫന്റ് ക്രൈഡ്. അമ്മേ ദയവായിട്ട് ഇത് മുറിക്കൂ. എനിക്കിപ്പോൾ തന്നെ കേക്ക് വേണം. കുട്ടി ആന കരഞ്ഞു. The mother came near. അമ്മ അടുത്തേക്ക് വന്നു. She smelled the cake. അവൾ കേക്ക് മണത്തു നോക്കി. How did Luke touch the cake? Luke എങ്ങനെയാണ് കേക്കിൽ തൊട്ടത്? Luke touched the cake with his trunk. അല്ലെ. Who smelled the cake? ആരാണ് കേക്ക് മണത്തു നോക്കിയത്? സന്തോഷം. ട്രങ്ക് എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ. സ്മെൽ എന്ന് പറഞ്ഞാൽ മണം. ക്രൈഡ് കരഞ്ഞു. ഇവിടെ ആക്ടിവിറ്റി 13 ഡെക്കറേറ്റ് ദ കേക്ക് ആൻഡ് കളർ ഇറ്റ്. കേക്ക് അലങ്കരിച്ച് നിറം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മളെ എന്താണ് ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റി 13 ആണ്. എല്ലാവരും കളർ കൊടുക്കണേ. ലുക്ക് അറ്റ് ദ പിക്ചർ. ചിത്രം നോക്കൂ. പേജ് നമ്പർ 39. വാട്ട് ഈസ് ദ മദർ എലിഫന്റ് ഓപ്പണിംഗ്? അമ്മയാണ് എന്താണ് തുറക്കുന്നത്? ദ ഫ്രിഡ്ജ്. വാട്ട് കളർ ഈസ് ദ ഫ്രിഡ്ജ്? ഫ്രിഡ്ജിന്റെ ഏത് നിറമാണ്? പർപ്പിൾ ആണ് അല്ലേ. ഇറ്റ് ഈസ് യമ്മി ബട്ട് നല്ല രുചി ഉണ്ടാകും. പക്ഷേ എവ്രിബഡി ലുക്ക്ഡ് അറ്റ് ദ മദർ. എല്ലാവരും അമ്മയെ നോക്കി. വി വിൽ നോട്ട് ഈറ്റ് ഇറ്റ്. നമ്മൾ ഇത് കഴിക്കില്ല. ലെറ്റ്സ് കീപ് ഇറ്റ് ഫോർ ഗസ്റ്റ്. ദ മദർ സെഡ്. എന്താണ്? അതിഥികൾക്ക് വേണ്ടി നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. അമ്മ പറഞ്ഞു. ഷീ പുട്ട് ദ കേക്ക് ഇൻ ദ ഫ്രിഡ്ജ്. അമ്മ കേക്ക് എന്ത് ചെയ്തു? കേക്ക് ഫ്രിഡ്ജിൽ വെച്ചു. Whom did the mother keep the cake for? ആർക്ക് വേണ്ടിയായിട്ടാണ് അമ്മ കേക്ക് എടുത്തു വെച്ചത്? For the guest. Where did she put the cake? എവിടെയാണ് കേക്ക് വെച്ചത്? In the fridge. ഇനി നമുക്ക് പ്യൂപ്പയിലെ ആക്ടിവിറ്റി 14 നോക്കാം. We won't eat the cake. Let's keep it for guests. The mother said. The baby elephant felt very sad. He picked the mobile phone and called his grandma. Write the conversation between grandma and the baby elephant.
നമ്മൾ കേക്ക് കഴിക്കുന്നില്ല അല്ലെ, അതിഥികൾക്കായിട്ട് നമുക്കത് സൂക്ഷിച്ചു വെക്കാം, അമ്മ പറഞ്ഞു. കുട്ടി ആനകൾക്ക് വളരെ സങ്കടം തോന്നി. അവൻ മൊബൈൽ ഫോൺ എടുത്ത് മുത്തശ്ശിയെ വിളിച്ചു. മുത്തശ്ശിയും കുട്ടിയാനയും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഗ്രാൻഡ്മ, ദിസ് ഇസ് നോട്ട് ഫെയർ. അപ്പൊ ഗ്രാൻഡ്മ എന്താ പറയുന്നത്? ഹായ് മൈ ബേബി, വാട്ട് ഈസ് ദ മാറ്റർ? എന്താണ് വിഷയം? യു സെൻഡ് എ കേക്ക് റൈറ്റ്, ഫോർ ഹൂം? യെസ്, ഐ സെൻഡ് എ കേക്ക്. That is my gift for you all. But mom said I can't eat it. It's for guests. Oh sweetie, don't worry. I will ask your mom to give it to you all. All were thinking about the sweet cake. എല്ലാവരും ആ മധുരമുള്ള കേക്കിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അല്ലേ. They talked about the cake the whole day. ആ ദിവസം മുഴുവൻ അവർ കേക്കിനെ കുറിച്ച് സംസാരിച്ചു. What did they talk about the whole day? അവർ ആ ദിവസം മുഴുവനും എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത്? They talked about the cake the whole day. Look at the picture, page number 40. How many beds are there? അവിടെ എത്ര കിടക്കകളാണുള്ളത്? 2. Is it day or night? അത് പകലാണോ രാത്രിയാണോ? Night. After supper, all went to bed. അത്താഴം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ കിടന്നു. When will a guest visit us? The baby elephant asked. എപ്പോഴാണ് ഒരു അതിഥി നമ്മളെ സന്ദർശിക്കുക? കുട്ടിയാന ചോദിച്ചു. Why do you want a guest? Brown asked. എന്തിനാണ് നിനക്കൊരു അതിഥി? ബ്രൗൺ ചോദിച്ചു. Mom will cut the cake then, said I baby elephant. അപ്പോൾ അമ്മ കേക്ക് മുറിക്കും, കുട്ടിയാന പറഞ്ഞു. It is a sponge cake, Luke said. അതൊരു സ്പോഞ്ച് കേക്ക് ആണ്, ലൂക്ക് പറഞ്ഞു. The flowers on it are made of sugar. Della licked her lips. അതിലെ പൂക്കള് പഞ്ചസാര കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡെല്ല ചുണ്ടുകൾ നക്കി. Everyone thought about the cake. They could not sleep. എല്ലാവരും കേക്കിനെ കുറിച്ച് ചിന്തിച്ചു, അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. When will mom cut the cake according to the baby elephant? കുട്ടിയാന പറഞ്ഞതനുസരിച്ച് അമ്മ കേക്ക് എപ്പോഴാണ് മുറിക്കുന്നത്? Mom will cut the cake when a guest visit them. What did the baby elephant ask? കുട്ടിയാന എന്താണ് ചോദിച്ചത്? The baby elephant asked, when will a guest visit us? What did Brown ask? Brown എന്താ ചോദിച്ചത്? Brown asked, why do you want a guest? What was the special about the cake? ആ കേക്കിന്റെ പ്രത്യേകത എന്തായിരുന്നു അല്ലെ? എന്താണ് അതിന്റെ കേക്കിന് മുകളിലെ അല്ലെ പ്രത്യേകത എന്തായിരുന്നു? It was a sponge cake. The flowers on it were made of sugar. What are the flowers on the cake made of? കേക്കിന് മുകളിലെ പൂക്കൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? The flowers on the cake are made of sugar. ഇതിലെ വേർഡ് മീനിങ് നോക്കാം. ഷുഗർ എന്ന് പറഞ്ഞാൽ സപ്പർ എന്ന് പറഞ്ഞാൽ അത്താഴം, ഷുഗർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര, തോട്ട് ചിന്ത, ലിപ്പ് ചുണ്ടുകൾ. ഇനി ഓപ്പോസിറ്റ് വേർഡ് സ്വീറ്റ്, ബിറ്റർ ഓർ സോർ, ഗസ്റ്റ് ഹോസ്റ്റ്, കട്ട് ജോയിൻ ഓർ ഫിക്സ്, സ്ലീപ്പ് വേക്ക്, ഗിവ് ടേക്ക്. Next, what happened? The activity 15. The baby elephant slowly got down from the bed. Della saw this. Write the conversation between Della and the baby elephant. കുട്ടിയാന പതുക്കെ എന്താണ് കിടക്കയിൽ നിന്ന് ഇറങ്ങി. ഡെല്ല അത് കണ്ടു. ഡെല്ലയും കുട്ടിയാനയും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ചിത്രം കണ്ടില്ലേ നിങ്ങളെ? അപ്പൊ എന്തൊക്കെയായിരിക്കും ഡെല്ല ബേബി എലഫന്റിനോട് ചോദിച്ചിട്ടുണ്ടായിരിക്കുക? ബേബി എലഫന്റ് എന്ത് മറുപടി ആയിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? Hey, where are you going so early? I'm going to the kitchen. Are you going to eat the cake? അല്ലേ? Are you going to eat the cake? No, I want to check if the cake is still there. അല്ലേ? Next, അടുത്ത activity 16. At night, the mother elephant also was thinking about the cake. Write down her thought. രാത്രിയിൽ എന്താണ്? അമ്മയാനയും കേക്കിനെ കുറിച്ചാണ് ചിന്തിച്ചത്. അവളുടെ ചിന്തകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. That cake looks so yummy. I wish I could have just one little bite. But I must stay strong and keep it safe for tomorrow. Maybe I will check if it's still in the fridge. Oh dear, I hope no one else is thinking the same. അല്ലെ? എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അമ്മയാനയുടെ ചിന്തകൾ എഴുതാവുന്നതാണ്. വീഡിയോ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ മക്കളെ. അപ്പൊ എന്ത് ചെയ്യാ? ഇനി അടുത്തത് നോക്കാം. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതുക കേട്ടോ. അടുത്ത ഭാഗം നോക്കാം നമുക്ക്. അപ്പൊ ആക്ടിവിറ്റി ബുക്കും പാഠഭാഗവും ഒപ്പം നിങ്ങൾ കൊണ്ടുപോവുക. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ പ്രവർത്തനവും മനസ്സിലാക്കാനും എഴുതാനും സഹായിക്കും. ഇനി പേജ് നമ്പർ 41. ലുക്ക് അറ്റ് ദ പിക്ചർ. ചിത്രം നോക്കൂ.
Who is opening the fridge? ആരാണ് ഫ്രിഡ്ജ് തുറക്കുന്നത്? Mother elephant. What is kept in the fridge? ആ ഫ്രിഡ്ജിൽ എന്താണ് വെച്ചിരിക്കുന്നത്? കേക്ക് ആണ് അല്ലെ? പിക്ചർ കണ്ടില്ലേ നിങ്ങള്? The mother elephant too was eager to taste the cake. അമ്മയാനയും കേക്ക് രുചിക്കാൻ കൊതിച്ചു. At midnight she got up. All are sleeping, she thought. അർദ്ധരാത്രിയിൽ അവൾ എഴുന്നേറ്റു. എല്ലാവരും ഉറക്കത്തിലായിരിക്കും. അവള് ചിന്തിക്കുകയാണല്ലേ? She walked very quiet to the kitchen. അവള് നിശബ്ദയായിട്ട് അടുക്കളയിലേക്ക് നടന്നു. Slowly they opened the fridge and took out the packet. പതുക്കെ അവള് ഫ്രിഡ്ജ് തുറന്ന് പാക്കറ്റ് പുറത്തെടുത്തു. Wow, what a sweet smell. Wow, എന്ത് നല്ല ഗന്ധം. She closed her eyes and enjoyed the sweet smell of the cake. അവൾ കണ്ണുകൾ അടച്ച് കേക്കിന്റെ മധുരമുള്ള ഗന്ധം ആസ്വദിച്ചു. Her mouth watered. അവളുടെ വായില് വെള്ളമൂറി. What was the mother elephant eager to do? അമ്മയാന എന്ത് ചെയ്യാനാണ് കൊതിച്ചത്? The mother elephant was eager to taste the cake. What happened when she felt the sweet smell of the cake? കേക്കിന്റെ മധുരമുള്ള മണം ആസ്വദിച്ചപ്പോൾ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? her mouth watered. വേർഡ് മീനിങ് നോക്കാം. ഈഗർ എന്ന് പറഞ്ഞാൽ ആകാംക്ഷ, കൊതി. മിഡ്നൈറ്റ് അർദ്ധരാത്രി. ക്വയറ്റ് നിശബ്ദയായി. വാട്ടേർഡ് വെള്ളമൂറി. ഓപ്പോസിറ്റ് ഈഗർ അൺഇൻട്രസ്റ്റഡ്. ക്വയറ്റ്ലി നോയ്സ്ലി. സ്ലോലി ക്വിക്ലി. ഓപ്പൺഡ് ക്ലോസ്ഡ്. സ്വീറ്റ് സോ. മിഡ്നൈറ്റ് നോ. നെക്സ്റ്റ് ലുക്ക് അറ്റ് ദ പിക്ചർ, പേജ് നമ്പർ 42. ലുക്ക് അറ്റ് ദ പിക്ചർ. ചിത്രം നോക്കൂ അല്ലെ? ചിത്രം നന്നായി നോക്കൂ. വാട്ട് ഈസ് ദ മദർ എലഫന്റ് ട്രൈങ് ടു ടേക്ക്? അമ്മയാണ് എന്താണ് എടുക്കാൻ ശ്രമിക്കുന്നത്? ദ കേക്ക്. വാട്ട് കളർ ഈസ് ദ മദർ എലഫന്റ് ഡ്രസ്ഡ്? അമ്മയാനയുടെ വസ്ത്രത്തിന്റെ നിറം എന്താണ്? റെഡ് ആണ് അല്ലെ? ചിത്രം നന്നായിട്ട് നോക്കുക. ചിത്രം നോക്കിയിട്ട് ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത് അതിന്റെ ആൻസർ നിങ്ങൾ അറിയണം കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് മദർ എലഫന്റ് എന്താണ് എടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് ഇത്? കേക്കാണ്. എന്തായാലും ഞാനത് കഴിക്കും അല്ലെ? She took the last piece from the packet. അവൾ പാക്കറ്റിലെ അവസാന കഷ്ണം എടുത്തു. Got you. Suddenly she heard a voice. കണ്ടുപിടിച്ചേ, പെട്ടെന്ന് അവൾ ഒരു ശബ്ദം കേട്ടു. The mother opened the packet. അമ്മയാന പാക്കറ്റ് തുറന്നു. Alas, there was only one piece left. കഷ്ടം, ഒരു കഷ്ണം മാത്രം അവശേഷിച്ചിരിക്കുന്നു. Where were the other pieces? Who ate them? മറ്റ് കഷ്ണങ്ങളൊക്കെ എവിടെ? ആരാണ് അത് കഴിച്ചത്? എനിവേ ഐ വിൽ ഈറ്റ് ദിസ്. എന്തായാലും ഞാൻ ഇത് കഴിക്കും. She took the last piece from the packet. അവൾ ആ പാക്കറ്റിന്റെ അവസാന കഷ്ണം എടുത്തു. Got you. Suddenly she heard a voice. കണ്ടുപിടിച്ചേ, പെട്ടെന്ന് അവൾ ഒരു ശബ്ദം കേട്ടു. Got you. Suddenly the mother elephant heard a voice. Who said that? കണ്ടുപിടിച്ചേ, പെട്ടെന്ന് അമ്മയാൻ ഒരു ശബ്ദം കേട്ടു. ആരാണ് അങ്ങനെ പറഞ്ഞത്? We don't know yet. It's surprise. The story will tell us in the next part. It could be one of the baby elephant who caught the mother elephant. What did the mother elephant find inside the packet? പാക്കറ്റിനുള്ളിൽ അമ്മയാന എന്താണ് കണ്ടെത്തിയത്? She found only one piece of cake left. What did she decide to do? അവൾ എന്ത് ചെയ്യാനാ തീരുമാനിച്ചത്? She decided to eat the last piece of cake. വേർഡ് മീനിങ് കണ്ടോ നിങ്ങള്? അലാസ് കഷ്ടം, പീസ് കഷ്ണം, എനിവേ എന്തായാലും, വോയിസ് ശബ്ദം. ഓപ്പോസിറ്റ് ലാസ്റ്റ് ഫസ്റ്റ്, സാഡ് അലാസ് ഹാപ്പി, ഓപ്പൺ ക്ലോസ്, ക്വൈറ്റ് ലൗഡ്. ലുക്ക് അറ്റ് ദ പിക്ചർ. ചിത്രം നോക്കൂ, പേജ് നമ്പർ 43. Where are the elephant hiding? ആനകൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? Under the table. What are they doing? അവർ എന്താണ് ചെയ്യുന്നത്? They are eating cake. The mother elephant turned the light on. അമ്മയാന ലൈറ്റ് ഓൺ ചെയ്തു. The father and the kid were under the table. അച്ഛനും കുട്ടികളും മേശയ്ക്കടിയിലായിരുന്നു. They were all eating the cake. അവരെല്ലാം കേക്ക് കഴിക്കുകയായിരുന്നു. You all here? I came to catch the thieves. നിങ്ങൾ എല്ലാവരും ഇവിടെയാണോ? ഞാൻ കള്ളന്മാരെ പിടിക്കാൻ വന്നതാണ്. The mother said with a shy smile. അമ്മ നാണത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. But we caught the thief. Della laughed aloud. പക്ഷെ ഞങ്ങൾ കള്ളനെ പിടിച്ചു. ഡെല്ല ഉറക്കെ പറഞ്ഞു. What did the mother elephant do? അമ്മയാന എന്ത് ചെയ്തു? She turned the light on. Who were under the table? മേശയ്ക്ക് കീഴിൽ ആരെല്ലാമായിരുന്നു? The father elephant and the kid were under the table. What were they doing? അവർ എന്ത് ചെയ്യുകയായിരുന്നു? They were all eating the cake. What did the mother elephant say? അമ്മയാന എന്താണ് പറഞ്ഞത്?
She said she came to catch the thieves. What did Della say? Della എന്താ പറഞ്ഞത്? Della said, but we caught the thief. Word meaning thief കള്ളൻ, shy smile നാണത്തോടെയുള്ള പുഞ്ചിരി. Look at the picture, page number 44. What is the mother elephant holding? അമ്മയാനയുടെ കയ്യിൽ എന്താണ്? A slice of cake. What do they look? അവർ എങ്ങനെ കാണപ്പെടുന്നു? They all look happy. Mother are the last piece of cake with a smile. അമ്മ ഒരു പുഞ്ചിരിയോടെ കേക്കിന്റെ അവസാനത്തെ കഷ്ണം കഴിച്ചു. Mom, don't you want to be thin? Asked the baby elephant. അമ്മയ്ക്ക് മെലിയണ്ടേ? കുട്ടിയാന ചോദിച്ചു. Yes, of course, we will eat cake today. അതെ, തീർച്ചയായും ഇന്ന് നമ്മൾ കേക്ക് കഴിക്കും. And tomorrow we will work out even harder, the mother said. നാളെ നമ്മൾ കൂടുതൽ വ്യായാമം ചെയ്യും, അമ്മ പറഞ്ഞു. Cake is the secret of my energy, said the baby elephant. കേക്കാണ് എന്റെ ഊർജത്തിന്റെ രഹസ്യം, കുട്ടിയാന പറഞ്ഞു. Everyone laughed and went to bed. എല്ലാവരും ചിരിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടന്നു. Who ate the last piece of cake? ആരാണ് അവസാനത്തെ കേക്ക് കഴിച്ചത്? Mother. Who said cake is the secret of energy? കേക്കാണ് എന്റെ ഊർജത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞത് ആരാണ്? The baby elephant. വേർഡ് മീനിങ് നോക്കാം. എയ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിച്ചു, തിൻ മെലിഞ്ഞ, വർക്കൗട്ട് പരിശീലനം ചെയ്യുക, ലോഫ്ഡ് ചിരിച്ചു. ആക്ടിവിറ്റി 17. Here are some dialogue from the story. Who said this? The name of the character below each dialogue. കഥയിലെ ചില സംഭാഷണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആരാണ് ഇത് പറഞ്ഞത് എന്ന് ഓരോ സംഭാഷണത്തിന് താഴെ കഥാപാത്രത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെ, ബ്രൗണ്, ബേബി എലഫന്റ്, മദർ എലഫന്റ്, ഫാദർ എലഫന്റ്, ഡെല്ല, ലൂക്ക്. We need to eat less and work more. ആരാ പറഞ്ഞത്? മദർ എലഫന്റ് ആണ്. Cake is the secret of my energy, baby elephant. Mom, can we watch television? Brown. It is a sponge cake, Luke. The flowers on it are made of sugar, Della. Next, activity 18. You have read the song If You Meet an Elephant. How will you sing it? If you meet another friend, add more lines, choose the song. ആനയെ കണ്ടാൽ എന്ന പാട്ട് നിങ്ങൾ വായിച്ചല്ലോ. മറ്റൊരു കൂട്ടുകാരനെ കണ്ടാൽ നിങ്ങൾ എങ്ങനെ അത് പാടും? പാട്ടിലേക്ക് കൂടുതൽ വരികൾ ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. If you meet an elephant on a sunny day, what would you do? What would you say? I would say, good morning, elephant. How do you do? I am glad to meet you, elephant. I would like to dance with you. If you meet a monkey on a windy day, what would you do? What would you say? I would say, good morning, monkey. How do you do? I am glad to meet you, monkey. I would like to swing with you. If you meet a rabbit on a snowy day, what would you do? What would you say? I would say, good morning, rabbit. How do you do? I am glad to meet you, rabbit. I would like to hop with you. Next, activity 19 is some food habits are given below. Draw suitable emoji in each box. ചില ഭക്ഷണശീലങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഓരോ ബോക്സിലും അനുയോജ്യമായ ഇമോജി വരക്കുക. ആദ്യത്തെ ഈറ്റിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സ്മൈലി ആണ്. നോട്ട് ഈറ്റിംഗ് മീൽസ് സാഡ് ആണ്. തേർഡ് പിക്ചറിൽ എന്താ കാണുന്നത്? ഡ്രിങ്കിങ് പ്ലെന്റി ഓഫ് വാട്ടർ, എന്താണ്? സ്മൈൽ ആണ് അല്ലേ. അടുത്തത് എന്താണ്? ടോക്കിംഗ് വൈൽ ഈറ്റിംഗ്, സാഡ് ആണ്. ഈറ്റിംഗ് ടു മച്ച്, എന്താണ്? സാഡ് ആണ്. ഈറ്റിംഗ് ടു ഫാസ്റ്റ്, സാഡ് ആണ്. വാച്ചിങ് TV വൈൽ ഈറ്റിംഗ്, സാഡ് ആണ്. വേസ്റ്റിംഗ് ഫുഡ് എന്താണ്? സാഡ് ആണ്. അപ്പൊ കറക്റ്റ് ഇമോജി സാഡ് ഏതാണോ ഹാപ്പി ഏതാണോ ആ ഇമോജി എന്ത് ചെയ്യുക? നിങ്ങൾ വരക്കുക. ആക്ടിവിറ്റി 20 എന്ന് പറയുന്നത് വിച്ച് ഫുഡ് ഐറ്റം ഡു യു ലൈക്ക് ദ മോസ്റ്റ്? കളർ ദ സർക്കിൾ ഹാവിംഗ് the names of them. Add your favorite food also. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ ഏതാണ്? അവയുടെ പേരുകൾ വൃത്തത്തിലേക്ക് നിറം കൊടുക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ കൂടി ചേർക്കുക. പേജ് നമ്പർ 46 അറേഞ്ച് ദ ഈവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ഇൻ പ്രോപ്പർ ഓർഡർ ആണ്. കഥയിലെ സന്ദർഭങ്ങൾ ഇവിടെ ശരിയായ രീതിയിൽ ക്രമീകരിച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. Grandma sent a cake to the elephant family. The elephant kid wanted to eat the cake, but the mother kept the cake in the fridge. At night, the father elephant and the kid took the cake and ate it. The mother elephant barked quietly to the children. We caught the thief. Della laughed aloud. The mother felt ashamed. ഇത്രയുമാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്യൂപ്പയുടെയും ആക്ടിവിറ്റി പ്രവർത്തന പുസ്തകത്തിന്റെ പ്രവർത്തനങ്ങളും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ഒക്കെ. വീഡിയോ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.